ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സുധാമേനോൻ ഒരു രണ്ട് പാചകമായിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ടും വളരെ സിമ്പിളാണ്. ഒന്ന് ഒരു മാങ്ങാത്തൊക്ക്, പിന്നെ ഒരു മെഴുക്ക് പുരട്ടി, ഫ്രൈ എന്നും പറയാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണത് എന്ന് ഞാൻ കണ്ടു നോക്കാം. ഈ അച്ചാർ കാണുമ്പോൾ മാങ്ങാത്തൊക്ക് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് അറിയണേ. അപ്പോൾ നമ്മൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഇതിലേക്കാണ് ഇപ്പോൾ പോണത്. ഇപ്പോൾ ഈ മാങ്ങാത്തൊക്ക് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ നല്ലോണം ഒഴിക്കുന്നത് നല്ലതാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാത്തൊക്കാണ്. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് കിളിമൂക്കൻ മാങ്ങ തോത്താപ്പൂരി. അപ്പോൾ ഇതാണ് ആ തോത്താപ്പൂരി മാങ്ങ. ഇത് നല്ലോണം മൂത്ത് വളഞ്ഞ് ഒരു തോത്താപ്പൂരിയാണ്. ഇതിനെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയായി തുടച്ചിട്ട് വേണം തൊലിയൊക്കെ കളഞ്ഞ് നമ്മളതിനെ ഗ്രേറ്റ് ചെയ്യണത്. അപ്പോൾ ഈ തൊലി കളഞ്ഞ ശേഷം നമ്മളതിനെ ഗ്രേറ്ററിലിടുമ്പോൾ ഗ്രേറ്റ് ചെയ്യുന്ന വലിയ എൻഡിൽ നോക്കി ചെയ്യണം. ഇപ്പോൾ എന്താ കണ്ടോ, ഇത് വലുതാണ്. അങ്ങനെ അതിൽ 3 സൈസ് ഉണ്ട്. അതിൽ ചെറുതിൽ വെച്ച് ചെയ്യരുത്, ഏറ്റവും വലുതിൽ വെച്ച് ചെയ്യുന്നതാണ്. എന്താ കാരണം വെച്ചാൽ മാങ്ങ ചെയ്ത് കഴിയുമ്പോൾ കുഴഞ്ഞു പോകരുത്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ഇതിൽ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെക്കുന്നതിന് മുമ്പ് ആദ്യം ഞാൻ പാൻ വെച്ചിട്ട് ഇതിലേക്ക് വേണ്ട 2 പൊടി തയ്യാറാക്കുകയാണ്. 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്. ഒരു മാങ്ങ വെച്ച് ചെയ്യുന്നതുകൊണ്ട് 2 ഓരോരോ ടീസ്പൂണാണ് ചെയ്യണത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മണമൊക്കെ നല്ലോണം വരുന്നവരെ, തുടുക്കുന്നവരെ, കടുകൊന്ന് ചെറുതായി പൊട്ടി വരുമ്പോൾ അതുവരെ നമ്മളതിനെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്ത ശേഷം അതിനെ പൊടിച്ചും വയ്ക്കുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാണ്ടോ, ഇതൊരുവിധം ചെറുതായി പൊട്ടി വരുന്നുണ്ട്. ഇനി അതിനെ മാറ്റിയിട്ട് ഞാൻ അതേ പാനിലേക്ക് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണയിലാണ് ഇത് ചെയ്യേണ്ടത്. എണ്ണ നല്ലോണം വേണം. എണ്ണ കുറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ ദിവസം ഇരിക്കില്ല. അപ്പോൾ നല്ലെണ്ണ നല്ലോണം പാനിൽ ഒഴിച്ച് അതിലേക്ക് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കുക. ഞാൻ കടുക് ചേർക്കുന്നത്, ഇത് കടുക് പൊട്ടിക്കുന്നുണ്ട്, ഇതാണ്ടോ കടുക് ചേർക്കുകയാണ്. കടുക് ചേർത്ത് അതൊന്നായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇടുക. ഇതെല്ലാം നല്ലോണം തുടച്ച് വൃത്തിയാക്കിയ കറിവേപ്പിലയല്ലേ ആയിരിക്കണം. വെള്ളത്തിൻ്റെ അംശം വേണ്ട. കൂടെ തന്നെ ഒരു 15 വെളുത്തുള്ളി, 15ഓ 10ഓ എങ്ങനെയാണെങ്കിൽ. ഞാനിതൊന്നും കീറിയിട്ടില്ല. എന്താ കാരണം വെച്ചാൽ അങ്ങനെ ഹോളായിട്ട് ഇടുകയാണ്. ഇത് നന്നായി ഒന്ന് തുടുത്ത് നല്ല വെളുത്തുള്ളിയുടെ ഒക്കെ മണം വരുന്ന സമയത്ത് നിങ്ങൾക്കത് സ്വിച്ച് ഓഫ് ചെയ്യാം. ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മൾ അപ്പോഴേക്കും മാങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ആ മാങ്ങയിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. അതിൽ 2 ടീസ്പൂൺ ഇടുമ്പോൾ എൻ്റെ വീഡിയോ വർക്ക് ചെയ്തില്ല. ഇപ്പോൾ 1 ടീസ്പൂണും കൂടി ഞാൻ ഇടും. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ടുപ്പോൾ അങ്ങനെ 3 ടീസ്പൂൺ ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കായം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത ശേഷം ഞാനത് മിക്സ് ചെയ്യുന്ന സമയത്തേ ഞാൻ എൻ്റെ ഒരു കൈ വെച്ചിട്ടാണ് ചെയ്യണത്. ഒരു കയ്യിൽ ഞാൻ വീഡിയോ എടുക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ആ വീഡിയോ നീങ്ങി പോകുന്നുണ്ട്, അതിന് ക്ഷമിക്കണം. ഞാൻ എന്നിട്ട് ഇതിലേക്ക് എന്താ ചെയ്യുന്നത്, 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമ്മളിതിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാൻ. ഈ 3 ടീസ്പൂൺ മുളക് പൊടി എരിവ് നിങ്ങൾക്ക് പോരാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ 3 എരിവുള്ള മുളക് പൊടി തന്നെയാണ് 3 ടീസ്പൂണും ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ട് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കൂടുതലാവുമൊന്നുമില്ല. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ആ മാറ്റി വെച്ച എണ്ണയിലേക്ക് ഈ മിക്സിനെ ഇടുകയാണ്. ഇതിപ്പോൾ നല്ലോണം തണുത്തിട്ടുണ്ട്. ഒരിക്കലും ചൂടോടെ ഇടരുത്, അതധിക കാലം നിൽക്കില്ല. അപ്പോൾ വേഗം കേട് വന്നു പോവും. ഇപ്പോൾ ഈ മാങ്ങ മിക്സ് അതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ പൊടിയും ആഡ് ചെയ്യണം. ഞാനത് മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഈ മാങ്ങ മുഴുവൻ അതിലേക്ക് ആഡ് ചെയ്ത ശേഷം ഞാൻ നമ്മൾ പൊടിച്ച് വെച്ച ഫെനുഗ്രീക്ക് ഉലുവയും കടുകും കൂടെ അതിലേക്ക് ഇടുകയാണ്.
അപ്പോൾ നമ്മളിതിൽ നോക്കുമ്പോൾ അഥവാ നിങ്ങൾക്ക് എണ്ണ പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി എണ്ണ ചൂടാക്കി ആറിയ ശേഷം ഇതിലേക്ക് ഒഴിക്കാം. പക്ഷേ എനിക്ക് ഈ എണ്ണ ധാരാളമാണ്. എനിക്കിത് നല്ലോണം ഇതിൽ എണ്ണ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം നിങ്ങളതിൽ നല്ലോണം 2 സ്പൂൺ വെച്ച് മിക്സ് ചെയ്താലും കുഴപ്പമില്ല. മിക്സ് ചെയ്തിട്ട് അതിനെ നല്ലൊരു കുപ്പിയിലാക്കി വെക്കുക. കുപ്പിയിൽ ആക്കി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ എണ്ണ ഒഴിക്കാം. മേലെ നിൽക്കുന്ന മാതിരി എണ്ണ ഒഴിക്കാം. എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. ഈ അച്ചാർ വളരെ ടേസ്റ്റാണ്. അച്ചാർ കഴിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് മിനിമം ലെവലിൽ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പ്രോബയോട്ടിക്കാണ് അച്ചാർ, മനസ്സിലായോ? ഈ പിക്കിൾ എന്ന് പറയുന്നത് പ്രോബയോട്ടിക്കാണ്. നല്ലതൊക്കെയാണ് വേണ്ടത്. പക്ഷേ എല്ലാം ഒരളവ് വെച്ച് കഴിക്കുക, കൂടുതലായിട്ട് കഴിക്കരുത്. അതാണ് പറയുന്നത്. BP ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിലും ഒരു ചെറിയൊരു എമൗണ്ട് കഴിക്കുന്നത് 1 ടീസ്പൂണോ അങ്ങനെ കഴിക്കുന്നതിനൊന്നും തെറ്റില്ല. പക്ഷേ നമ്മളെല്ലാം ഇങ്ങനെ അച്ചാറാണ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കഴിക്കുമല്ലോ, അപ്പോഴാണ് ഇതെല്ലാം അപകടത്തിലാവുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ അച്ചാർ നന്നായി കണ്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാം. ഗ്രേറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല മൂത്ത മാങ്ങ കൊണ്ട് ചെയ്യാം. കുറച്ചും കൂടി പുളിയുള്ള മാങ്ങ വേണമെങ്കിലും എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എൻ്റെ ഈ അച്ചാറൊന്ന് ഉണ്ടാക്കി നോക്കുക. മാങ്ങാത്തൊക്ക് ഇത് വളരെയധികം ടേസ്റ്റാണ്, കേടുവരാതെയിരിക്കും. അത് എന്താ കണ്ടീഷൻ വെച്ചാൽ അധികം വെള്ളം തൊടാതെ ഇരിക്കുക. കുപ്പിയിലാക്കുമ്പോഴും കുപ്പി നല്ലോണം ഉണങ്ങിയ ഒരു കുപ്പിയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിനി എൻ്റെ അടുത്ത പാചകത്തിലേക്ക് പോവുകയാണ്. അത് ഒരു കടച്ചക്ക മെഴുക്ക് പുരട്ടി. ഇതാണ് അപ്പോൾ കടച്ചക്ക. ഇത് 2ആയി ഞാൻ മുറിച്ചു. നല്ല വളഞ്ഞ കടച്ചക്കയാണ്. ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി വൃത്തിയായിട്ട് ഞാൻ ചെറുതായിട്ട് അതിനെ മുറിച്ചു. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാനാണ് എനിക്കിഷ്ടം. ഇതൊരു മെഴുക്ക് പുരട്ടി ചെയ്യാനാണ്. അപ്പോൾ ഞാനതിനെ എൻ്റെ കുക്കർ പാത്രത്തിലേക്ക് ഇടാൻ പോകണം. കുക്കറിൽ വെച്ചിട്ട് വേവിക്കാനല്ല. പാത്രം കുറച്ച് നല്ല തിക്കായ പാത്രം ആയതുകൊണ്ട് അതിലിടണു. അതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, എന്നിട്ട് കുറച്ച് ഉപ്പ്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒറ്റ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ വീഡിയോ നീങ്ങിപ്പോകുന്നുണ്ട്, അതിന് ക്ഷമിക്കണം. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാനിതിനെ അടച്ച് വെച്ചിട്ട് വേവിച്ചു. അതിനുശേഷം നന്നായി വെന്ത ശേഷം അതെടുത്തിട്ട് അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി, കൂടെ വെളുത്തുള്ളി ഇത് ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും വേണമെങ്കിൽ ഇടാം. ഞാൻ പക്ഷേ കറിവേപ്പില ഇതിലിട്ടിട്ട് വേഗം അതിൻ്റെ ആ മെഴുക്ക് പുരട്ടി അതിനെ ഇടുക. അതിനുശേഷം ഇതിൻ്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ കുറച്ച് പെപ്പർ പൗഡർ. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ 2 റെസിപ്പിയും കണ്ടുവല്ലോ. എനിക്ക് വേണ്ട കമൻസൊക്കെ തരിക. ബൈ ഫ്രം സുധാ മേനോൻ.